ഒന്നെനിക്ക് സത്യസന്ധമായ മറുപടി പറയാമോ? എത്രയൊക്കെ സ്നേഹിക്കുന്ന പങ്കാളിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വിഷമങ്ങളോ ചിന്തകളോ അവരോട് തുറന്നു പറയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഭയക്കാറുണ്ടോ? അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അടഞ്ഞ ഹൃദയങ്ങൾ അഥവാ വൾണറബിലിറ്റി കാണിക്കാൻ ഭയക്കുന്ന മനസ്സുകൾ എങ്ങനെയാണ് യഥാർത്ഥ സ്നേഹത്തിൽ നിന്നും അറിയാതെ അകന്നുപോകുന്നതെന്ന്. ഈ ഒരു വിശദീകരണത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ നിങ്ങളിൽ പലരും രഹസ്യമായി അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണിത്. എത്രയൊക്കെ ശ്രമിച്ചാലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ എപ്പോഴും വെറുമൊരു സർഫസ് ലെവലിൽ മാത്രം നിൽക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാര്യങ്ങൾ തുറന്നു പറയാനുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ ബന്ധം എപ്പോഴെങ്കിലും അവസാനിച്ചു പോവുമോ എന്ന ഒരു രഹസ്യഭയവും നിങ്ങൾ എപ്പോഴും അലട്ടുന്നുണ്ടാകാം. പുറമേ നിങ്ങൾ ഇതൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയൊരു സംഘർഷമുണ്ടല്ലോ, അത് തികച്ചും സ്വാഭാവികമാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് സമൂഹത്തിന്റെ തെറ്റിദ്ധാരണയും യഥാർത്ഥ മനഃശാസ്ത്രവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഒരു അടഞ്ഞ പ്രകൃതം കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഈഗോയാണെന്നോ അല്ലെങ്കിൽ വലിയ സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നോ ഒക്കെ പങ്കാളി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്തിന്, ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഓർത്ത് കുറ്റബോധം അനുഭവിക്കുന്നുണ്ടാകാം. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഇതൊരിക്കലും നിങ്ങളുടെ സ്നേഹക്കുറവോ അഹങ്കാരമോ അല്ല, മറിച്ച് പ്രണയത്തിൽ നിങ്ങൾ മനഃപൂർവ്വം വൾണറബിലിറ്റി ഒഴിവാക്കുന്നതാണ്. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ ഈ സങ്കീർണമായ അവസ്ഥയെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് റോഡ് മാപ്പ് ഇതാണ്. 1. ഈഗോ എന്ന മിഥ്യാധാരണ. 2. പാസീവ് സോഷ്യൽ ബിഹേവിയർ. 3. സർവൈവർ ഇൻഡിപെൻഡൻസ്. 4. കുത്രബോധവും സ്പ്ലിറ്റ് മെച്യൂരിറ്റിയും. ഒടുവിലായി 5. ദ വൾണറബിലിറ്റി ടാക്സ്. നമുക്കിതിലേക്ക് വേഗത്തിലൊന്ന് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈഗോ എന്ന മിഥ്യാധാരണ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഈ നിശബ്ദത ഒരു സ്നേഹക്കുറവായി പങ്കാളി തെറ്റിദ്ധരിക്കാൻ വലിയ സാധ്യതയുണ്ട്. എന്നാൽ സത്യത്തിൽ അത് സ്നേഹമില്ലായ്മയല്ല, മറിച്ച് അതൊരു അദൃശ്യമായ മതിലാണ്. ആഴത്തിലുള്ള ഒരു യഥാർത്ഥ പ്രണയബന്ധം അവിടെ രൂപപ്പെടാതിരിക്കാൻ ഈ മതില് കാരണമാകുന്നു. എത്ര വർഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചാലും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു മാനസിക അകലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ പരസ്പരം വൾണറബിൾ ആകുന്നില്ല എന്നത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം, പാസീവ് സോഷ്യൽ ബിഹേവിയർ. ശരി, നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ വൈകാരിക അകലമുണ്ടാകാൻ കാരണമാകുന്ന യഥാർത്ഥ വില്ലൻ ആരാണെന്ന് വെച്ചാൽ അത് റിജക്ഷൻ നേരിടേണ്ടി വരുമോ എന്ന നിങ്ങളുടെ ഉള്ളിലെ വലിയ ഭയമാണ്. എന്താണീ പാസീവ് സോഷ്യൽ ബിഹേവിയർ? പ്രണയത്തിൽ ചെറിയ സോഷ്യൽ റിസ്കുകൾ എടുക്കുന്നതിനു പകരം നിങ്ങൾ എപ്പോഴും സേഫായി നിൽക്കാൻ ശ്രമിക്കുന്നു. സ്വന്തമായി അങ്ങോട്ട് പോയി കാര്യങ്ങൾ തുറന്നു പറയാതെ മറ്റുള്ളവർ ആദ്യത്തെ ചുവടുവയ്ക്കാൻ നിങ്ങൾ എപ്പോഴും കാത്തിരിക്കും. ഈ ഒഴിഞ്ഞുമാറൽ നിങ്ങളെ വേദനകളിൽ നിന്നും താൽക്കാലികമായി സംരക്ഷിച്ചേക്കാം. പക്ഷെ ഓർക്കുക, യഥാർത്ഥ വൈകാരിക ബന്ധം സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ അവസരങ്ങളെയാണ് ഇത് ഇല്ലാതാക്കുന്നത്. മൂന്നാമത്തെ ഭാഗം, സർവൈവൽ ഇൻഡിപെൻഡൻസ്. നമ്മളിപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേരുകളിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഈ അടഞ്ഞ സ്വഭാവത്തിന്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ പങ്കാളിയോ പ്രണയമോ അല്ല, മറിച്ചത് നിങ്ങളുടെ കുട്ടിക്കാലത്താണ് കിടക്കുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജി ഇതിനെ സർവൈവൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നു. അതായത്, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായ പിന്തുണ ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾ സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും ശീലിച്ചു. മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് നിങ്ങൾ നിർത്തുകയും മറ്റുള്ളവരിൽ നിന്നുള്ള ആശ്വാസം പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ തലച്ചോർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് വളരെ നേരത്തെ തന്നെ പഠിച്ചുവെച്ചു എന്നതാണ് സത്യം. ഇത് വളരെ ലളിതമായൊരു പ്രക്രിയയാണ്. കുട്ടിക്കാലത്തെ പിന്തുണ ലഭിക്കാതെ വരുമ്പോൾ ഏത് വലിയ പ്രശ്നവും ഒറ്റയ്ക്ക് നേരിടാൻ നിങ്ങൾ പഠിക്കുന്നു. എന്നാൽ മുതിർന്നതിനു ശേഷവും പ്രണയത്തിലാകുമ്പോഴും പുറമെ വളരെ പ്രാപ്തനായ ഒരാളായി നിങ്ങൾ കാണപ്പെടുമെങ്കിലും സ്വന്തം പങ്കാളിയെ പൂർണ്ണമായി വിശ്വസിക്കാനോ അവരുടെ പിന്തുണയെ സുരക്ഷിതമായി ആശ്രയിക്കാനോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതൊരു നേർരേഖ പോലെയാണ് സംഭവിക്കുന്നത്. നാലാമത്തെ ഭാഗം, കുറ്റബോധവും സ്പ്ലിറ്റ് മെച്യൂരിറ്റിയും. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ഗാർഡഡ് എംപതി എന്ന ഈ ആശയമാണ്. ഈ സ്വഭാവമുള്ളവർക്ക് സ്വന്തം പങ്കാളിയെ വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. പങ്കാളിയുടെ മൂഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഇവർക്ക് നല്ല കഴിവാണ്. എന്നാൽ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർ പൂർണ്ണമായും അടച്ചുപൂട്ടും. കാരണം
യാതൊരു സുരക്ഷയുമില്ലാതെ മറ്റൊരാളെ സ്നേഹിച്ചാൽ അത് എത്രത്തോളം വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ നൽകും എന്ന് ഇവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് സ്വന്തം വികാരങ്ങളെ സംരക്ഷിക്കാൻ ഇവർ വലിയൊരു പ്രതിരോധ കോട്ട തീർക്കുന്നത്. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. സമൂഹം കാണുന്ന പുറമേയുള്ള സ്വഭാവവും ആ വ്യക്തി ഉള്ളിൽ അനുഭവിക്കുന്ന ഭയവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. പുറമേ ഇവർ വളരെ സ്വതന്ത്രരും കഴിവുള്ളവരുമാണ്. എന്നാൽ ഉള്ളിലേക്ക് നോക്കിയാൽ അവർക്ക് വലിയൊരു പ്രതിരോധ കോട്ടയുണ്ട്, റിസ്ക് എടുക്കാൻ വലിയ ഭയമാണ്, മാത്രമല്ല താൻ എപ്പോഴും മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന് തോന്നലും അവർക്കുണ്ട്. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെ മനഃശാസ്ത്രത്തിൽ സ്പ്ലിറ്റ് മെച്യൂരിറ്റി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വൈകാരിക വളർച്ച വളരെ നേരത്തെ തന്നെ നടന്നതുകൊണ്ട് മറ്റുള്ളവരെ സുരക്ഷിതമായി എങ്ങനെ ആശ്രയിക്കണം എന്ന് പഠിക്കാൻ ഇവർക്ക് സമയം ലഭിച്ചില്ല. അതുകൊണ്ടുതന്നെ സ്നേഹമോ പരിചരണമോ വെറുതെ ലഭിക്കുമ്പോൾ അതവർക്കൊരു ആശ്വാസമാകുന്നതിന് പകരം തീർത്തും അപരിചിതമായ എന്തോ ഒന്നായി തോന്നുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് വൈകാരിക പിന്തുണ നൽകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ നിങ്ങൾ എപ്പോഴും വളരെ ചെറുതായി കാണിക്കാറുണ്ടോ? അവരോടൊരു പിന്തുണ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എപ്പോഴും മാപ്പ് ചോദിക്കേണ്ടി വരുന്നുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ വ്യക്തിപരമായ പോരായ്മകളല്ല, മറിച്ച് ഇതൊരു വ്യക്തമായ മനഃശാസ്ത്ര പാറ്റേൺ ആണ് എന്ന് മനസ്സിലാക്കുക. സ്നേഹം സ്വീകരിക്കാനുള്ള നിങ്ങളുടെ ഈ കുറ്റബോധം നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പ്രതിരോധ സംവിധാനം മാത്രമാണ്. ഒടുവിലായി 5ാമത്തെ സെക്ഷൻ, ദ വൾനറബിലിറ്റി ടാക്സ്. ഈ മനഃശാസ്ത്ര കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഇതിന്റെ പ്രത്യാഘാതങ്ങളില്ലാതാകുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവകരമായ കാര്യം. ഇതിനൊക്കെ പകരമായി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വലിയൊരു വിലയുണ്ട്. അതാണ് വൾനറബിലിറ്റി ടാക്സ്. ഇതിന്റെ ദുഃഖകരമായ യാഥാർത്ഥ്യം ഇതാണ്: നിങ്ങളുടെ വികാരങ്ങളെ മറച്ചുവെച്ച് മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ച് നിങ്ങൾ നേടുന്ന ആ താൽക്കാലിക സുരക്ഷയുണ്ടല്ലോ, അതിന് നിങ്ങൾ കൊടുക്കുന്ന വില ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഏകാന്തതയാണ്. നിങ്ങൾക്ക് ശരിക്കും അവകാശപ്പെട്ട, ലഭിക്കേണ്ട ആഴത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവെന്നതാണ് ഇതിന്റെ യഥാർത്ഥ വില. അവസാനമായി നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. വെറുതെ സുരക്ഷിതമായി തുടരുന്നതിനുള്ള ഈ വലിയ വില കൊടുക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? വൾനറബിലിറ്റി എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു ധൈര്യമാണ്. നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. മനുഷ്യ മനസ്സിന്റെ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വിശദീകരണത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. കണ്ടതിനും കേട്ടതിനും നന്ദി.